മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 115 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യാം. യോബ് 21 മുതൽ 24 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 26 അധ്യായം. ഇതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും ശരിയുത്തരം അയച്ചിട്ടുണ്ടാവും എനിക്കറിയാം. ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, കൊടിയതാകുന്നത് എന്ത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ഇയോബിന്റെ സങ്കടം. ഇയോബ് 23 1, 2 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇയോബ് 23 1, 2 വാക്യങ്ങളിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കയ്യൂറ്റക്കാരൻ കൈവശമാക്കിയ ദേശത്ത് പാർത്തത് ആര്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം മാന്യനായവൻ. ഇയോബ് 22 8 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, രാത്രിയിൽ കള്ളനായി നടക്കുന്നത് ആര്? ഉത്തരം കുലപാതകൻ. ഇയോബ് 24 14 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, പൗലോസിന് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ഫെസ്തോസ്. അപ്പോസ്തല പ്രവർത്തികൾ 26 24 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പാപം ചെയ്തവൻ എന്തിന് ഇരയാകുന്നു? ഉത്തരം പാതാളത്തിന്. ഇയോബ് 24 19 വാക്യത്തിലാണ് ഈ ഉത്തരം ഉള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അറിയാം. അപ്പൊ ഇതായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അപ്പൊ ഇത് തന്നെയായിരിക്കും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത പോർഷൻ പറയുന്നു, ഇയോബ് 25 മുതൽ 28 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 27 അധ്യായം. ഈ പോർഷൻസ് നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിക്കോളൂ. ഇതുപോലെ ഈസി ക്വസ്റ്റ്യൻസ് ആവണം എന്നില്ല, അതുകൊണ്ട് നന്നായിട്ട് വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.